പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്കിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതം ചെയ്യും. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മളൊക്കെ അവിശ്വസ്തരായിരിക്കുമ്പോഴും കുറവുകളുള്ളപ്പോഴും നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നുള്ളത് മാറ്റമില്ലാത്തതാണ്. മനുഷ്യൻ പല കാര്യങ്ങളും വാക്ക് പറഞ്ഞാൽ വാക്ക് മാറുകയൊക്കെ ചെയ്യും, അല്ലേ? കുറവുകളുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് മാറത്തില്ല, വചനം മാറത്തില്ല, കർത്താവിൻ്റെ ക്യാരക്ടർ മാറത്തില്ല. വിശ്വസ്തനാണ് അവിടെ. സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവം, കാലങ്ങളെയും സമയങ്ങളെയും നിർമ്മിച്ചവനായ ദൈവം, നിങ്ങൾക്കും എനിക്കും ഈ ഭൂമിയിൽ വസിക്കുവാൻ ഒരു കാലഘട്ടം, ഒരു ഭവനം, ശരീരം, ഇതെല്ലാം ഒരുക്കിയ ദൈവം ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. ഇന്ന് ആ ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ്, നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. അങ്ങനെ ദൈവവചനം നമ്മളോട് പറയുന്നത് മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി പൗലോസ് ശ്ലീഹ ചോദിക്കുകയാണ് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ടെമ്പിളാണ് നമ്മൾ. ടെമ്പിൾ, വാസസ്ഥലം. അപ്പോൾ ഈ വാസസ്ഥലം നമുക്ക് ദൈവം നമ്മുടെ ശരീരം നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്യണം. കാരണം നമ്മുടെ ശരീരം എന്നുള്ളത് പുതിയ നിയമം പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം വസിക്കുന്ന 2 പേര് ഐക്യമത്യപ്പെടുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. ആ സമയത്ത് നമ്മൾ വിശ്വാസത്തിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. അതായത് ദൈവം വസിക്കുന്ന മന്ദിരമാണ് നിങ്ങൾ, ദൈവം വസിക്കുന്ന മന്ദിരമാണ് ഞാൻ. നമ്മളെല്ലാവരും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ആത്മലോകം, ഒരു പവർഫുൾ റലം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ നടുവിൽ നമ്മുടെ രാജാവായ ദൈവം നമുക്ക് ആത്മാഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി സ്വന്തം ശരീരത്തെ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന് ഇന്ന് ദൈവാത്മാവിനെ നമുക്കായി നൽകിയവൻ, അയച്ചവൻ, ആ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി കടന്നു വരും. ആമേൻ. ഹൃദയമായി പ്രാർത്ഥിക്കുന്ന യേശുവേ, ഇന്ന് കണ്ണാടിയിലോ എന്ന പോലെ കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനത്തിലൂടെ നമ്മൾ കേൾക്കുന്ന സന്ദേശം നമ്മൾ വാസ്തവത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുവാണ്. നമ്മൾ കണ്ണാടി നമ്മൾ നോക്കിയിട്ട് നമ്മുടെ മുഖം കണ്ടിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങിയിട്ട് നമ്മുടെ മുഖം മറന്നു പോകുന്ന പോലെയാണ് ദൈവവചനം നൽകുന്ന വെളിച്ചത്തിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ. ദൈവം വസിക്കുന്ന വ്യക്തിയാണ് നിങ്ങളും ഞാൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സ്വാഭാവികമായിട്ട് നടന്നേ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ട് മിറക്കിൾ സംഭവിക്കണം. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഈ നിമിഷം നിറയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീങ്ങിമാറുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ ഭയങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകട്ടെ. നമ്മുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ, അസ്വസ്ഥതകൾ, പലപ്പോഴും നമുക്ക് നാളുകളെക്കുറിച്ചുള്ള ഭാരം വരുമ്പോൾ ഈ ഭാരം നമ്മളെ തളർത്താറുണ്ടല്ലേ? അയ്യോ, നാളെ ഞാനതിനെ എങ്ങനെ ഫേസ് ചെയ്യും? എൻ്റെ ജോലിസ്ഥലത്ത് ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ ഭീകരമായ വിഷയം, അത് ചില വിഷയങ്ങൾ ഭീകരമാണ്. ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ആ സിംഹം എന്നുള്ളത് ഭീകരമായ ഒരു ജീവിയാണ്. ആ സിംഹത്തിൻ്റെ മുൻപിൽ ഇരയായി തീർന്നിട്ടുള്ള സകല വ്യക്തികളെയും ആ സിംഹം ഭക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ദാനിയേൽ അതേ അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു വ്യത്യസ്തത വെളിപ്പെടുകയാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവിടെ ഒരു വ്യത്യസ്തമായ കാര്യം അവിടെ സംഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവിടെ വ്യത്യസ്തമായ ഒരു കാര്യം സംഭവിച്ചത്? അവർ നോക്കിയത് സിംഹത്തെയോ കടിച്ചു കയറാൻ വന്ന ആ ഒരു വലിയ സിംഹത്തിൻ്റെ വലിപ്പത്തെയോ ഒന്നുമല്ല. അവരുടെ മനസ്സൊരു കാര്യത്തെ ഉറ്റുനോക്കുമായിരുന്നു. അവരെ വിളിച്ച ദൈവത്തിൻ്റെ ശക്തി. ചിലപ്പം നിങ്ങൾക്കെതിരെ ചില വ്യക്തികൾ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവയെക്കാളും വലിയവനായൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്.
ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആളെ വിട്ട് കർത്താവിൻ്റെ അഭിഷിക്തൻ പറഞ്ഞു, നിങ്ങളവിടെ പോയിട്ട് നോക്കണം എങ്ങനെയാണ് നമുക്കവിടെ എൻ്റർ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ രാക്ഷസന്മാരെ പോലെ നല്ല എന്താ പറയുന്നത്, വലിയ മല്ലന്മാരായിട്ടുള്ള ആൾക്കാരാണ് അതിന് തടസ്സമായിട്ട്, അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ തടസ്സമായിട്ട് നിൽക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ തടസ്സമായിട്ട് വലിയ മലകൾ, വലിയ പ്രതിസന്ധികൾ വന്ന് നിൽക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും നെഗറ്റീവ് പറയാൻ തുടങ്ങിയ സമയത്ത് രണ്ടുപേരും, ജോഷുവയും കാലേബും, ആ മല്ലന്മാരെ നോക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി. ഈ സ്വർഗത്തെയും ഭൂമിയെയും, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന വ്യക്തികൾ, മല്ലന്മാർ, ഇവരെയും സൃഷ്ടിച്ച ദൈവമാണ് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിക്കും. അപ്പം നമുക്കൊരു വാഗ്ദത്ത ദൈവം തന്നിരിക്കുമ്പോൾ ആ വാഗ്ദത്തത്തിനകത്ത് പ്രതിസന്ധികൾ എന്തിനാണ് ദൈവം വെച്ചിരിക്കുന്നത്? പ്രതിസന്ധികൾ ദൈവം വെച്ചിരിക്കുന്നതല്ല, ദൈവശക്തി വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അവൾ ഒരുക്കിയിരിക്കുന്ന ഒരു മാറ്ററാണ്. അതൊരിക്കലും ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതൊന്നുമല്ല. കർത്താവിൻ്റെ വലിയ ശക്തി അവിടെ ഇറങ്ങി ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് വീണപ്പോൾ ആ സിംഹത്തിൻ്റെ വായെ ദൈവം പൂട്ടിയതുപോലെ ദൈവത്തിൻ്റെ മഹാശക്തിയെ നമുക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ചില വിഷയങ്ങളാണ്. ചില പ്രതിസന്ധികൾ ദൈവത്തിനറിയാം ഇന്നത് വരുമെന്ന്. ആ വരുന്ന പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു വലിയ അഭിഷേകവും പരിശുദ്ധാത്മാവ് ഒരുക്കിയിട്ടുണ്ട്. വലിയ അഭിഷേകമാണ്. ആ അഭിഷേകം നമുക്ക് വേണ്ടി കടന്നു വന്നു കഴിയുമ്പോൾ ആ അഭിഷേകത്തിനകത്ത് എല്ലാം ഉണ്ട്. ആ അഭിഷേകത്തിനകത്ത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കകത്ത് എല്ലാം നിറവുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കാം, എല്ലാ നിറവിനാലും ഞങ്ങളെ നിറയ്ക്കണേ കർത്താവേ. ബബിത ബിജു, യെസ്, സാമ്പത്തിക മേഖല ബബിത ബിജു ചെയ്യേണ്ടതിനറിയോ? ഇതേ വിഷമങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇതേ വിഷമങ്ങളുള്ളവർക്ക് വേണ്ടി ചിലപ്പം നമുക്കുള്ള വിഷയം അതെങ്ങനെ മാറാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, വാസ്തവത്തിൽ കർത്താവ്, ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം, കർത്താവ് പലപ്പോഴും നമ്മളെ ഇതേ പ്രതിസന്ധി ഉള്ളവരുമായിട്ട് ചിലപ്പം കണക്ട് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇപ്പം നിങ്ങൾ മക്കളില്ലാത്ത ദമ്പതിമാരാണെങ്കിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അതേ വിഷയത്തിലുള്ളവരോട് അവർക്ക് യേശുവിനെ കൊടുക്കണം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആ സമയത്ത് കർത്താവിൽ നിന്നുള്ള പവർ അവിടെ റിലീസ് ചെയ്യും. അപ്പം സ്വർഗം നോക്കുന്നത് ദൈവത്തിന് നമ്മുടെ ദൈവം തരാനുള്ളതെല്ലാം തന്നു കഴിഞ്ഞു. ക്രൂശിൽ നഗ്നനായി ബലിയായി തീർന്ന കർത്താവ് അവിടെ സകലതും നിവർത്തിച്ചതാണ്, സകലതും പൂർത്തീകരിച്ചതാണ്, സകലതും ഫുൾഫിൽ ചെയ്തതാണ്. ഹല്ലേലൂയ. ഇനി കർത്താവിനെ ഇന്നത് കൊടുത്ത് പ്രസാദിപ്പിക്കുക, അങ്ങനെയല്ല. ഇനി ദൈവം നോക്കുന്നത് അതിൻ്റെ വലിപ്പത്തെ കണ്ട് ഏതവസ്ഥയിൽ നിന്ന് വിശ്വാസത്തെ മുറുകെ പിടിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടും. അപ്പോൾ അവിടെ നമ്മൾ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൽ സാമ്പത്തികമായിട്ട് വിതയ്ക്കുന്നതൊക്കെ കർത്താവിനോടുള്ള സ്നേഹത്തിലാണ്, അല്ലാതെ എന്തെങ്കിലും കിട്ടാനില്ല. അവിടെ എല്ലാം നമ്മുടെ ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ. അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ മുകളിലേക്കും കർത്താവിൻ്റെ ശക്തി കടന്നു വരും, കർത്താവിൻ്റെ അഭിഷേകം കടന്നു വരും. ഓരോ മേഖലകളിലേക്കും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ എന്ന് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. എല്ലാ ബ്ലോക്കുകളും യേശു അഴിച്ചു മാറ്റുന്നു, എടുത്തു മാറ്റുന്നു. ഇന്നിവിടെ പ്രെയർ റിക്വസ്റ്റ് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രെയർ റിക്വസ്റ്റ് ഇവിടെ എഴുതുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുധീവ് NVയെ സമർപ്പിക്കുന്നു. എലിസബത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദീനനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരം എന്നുള്ളത് വലിയ ഭാരമാണ്. കടഭാരം അത് കടന്നു പോയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഭാരം എത്രത്തോളം വലുതാണ്. വലിയ ഭാരമാണ്. നമ്മൾ കടം മേടിച്ച് വീട്ടിൽ വന്നിട്ട് കടം ചോദിക്കുമ്പോൾ, പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ കഴിയാതെ വരുന്ന ബുദ്ധിമുട്ടും വേദനകളും ഒക്കെ എൻ്റെ ഫാമിലി ഒരുപാട് കടന്നു പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്കറിയാം സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം എത്രമാത്രമാണെന്നുള്ളത്. അതുപോലെ തന്നെ ഓരോ ഭാരം, ഇപ്പോൾ ഒരു രോഗാവസ്ഥ, കുടുംബത്തിലെ ചില പ്രതിസന്ധികൾ, ഇതെല്ലാത്തിനും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്. ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങൾ, ഒറ്റപ്പെടലുകൾ,
ആക്ഷേപങ്ങൾ, ഞെരുക്കങ്ങൾ. ഞാൻ ദൈവത്തോട് ചിലപ്പോൾ ചോദിക്കും, ദൈവമേ എന്തിനാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ദൈവം വെച്ചിരിക്കുന്നത്? കർത്താവിൻ്റെ വചനത്തിൽ യെശയ്യാ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് യെശയ്യാ പറഞ്ഞു, നീ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, തീയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടൊപ്പം ഉണ്ടായിരിക്കും. എന്നാൽ പിന്നെ കർത്താവ് തീയിലൂടെ കടത്തി വിടാതിരുന്നാൽ പോരെ, വെള്ളത്തിലൂടെ വിടാതിരുന്ന മുക്കി താഴ്ത്താതിരുന്നാൽ പോരെ? ഞാൻ കൂടെ ഉണ്ടെന്ന് കർത്താവ് പറയുന്നുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയാ ചില ഭാരങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിൽ? അതിനുള്ള ഉത്തരം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കിട്ടുന്നത് പൗലോസ്ലീഹയുടെ കൊറിന്തോസ്യർക്കുള്ള ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. God who helps us in all our troubles so that we are able to help others who have all kinds of troubles, using the same help that we ourselves have received from God. അപ്പോൾ ദൈവം എന്തിനാണ് ചില കാര്യങ്ങൾ അനുവദിച്ചത്? He helps us in all our troubles. ഈ പ്രതിസന്ധികൾക്ക് നടുവിൽ ദൈവം സഹായിക്കും. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഒരു സമാശ്വാസം നമ്മൾ അനുഭവിക്കുക. അപ്പോൾ ഈ ഭൂമിയിലുള്ള ജീവിതം ഒരു മിഷൻ യാത്രയാണ്. സ്വർഗം കർത്താവ് ഒരുക്കിയ ഒരു മാൻഷൻ, ഒരു റെസ്റ്റിംഗ് പ്ലേസൊക്കെ ഉണ്ട്, ഒരു ലോകമുണ്ട് കേട്ടോ. വിശ്രമിക്കുന്ന കർത്താവിൻ്റെ കൂടെ സ്വസ്ഥതയിലായിരിക്കണം. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഈ യാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഭൂമിയിൽ ജഡത്തിലായി ഇത് എൻ്റെ വസ്തു, എൻ്റെ പറമ്പ്, എൻ്റെ എന്ന് പറഞ്ഞ് നമ്മൾ ചില കാര്യത്തിൽ റൂട്ടഡായി പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നത് അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സഹായത്തെയും സമാശ്വാസത്തെയും സ്വസ്ഥതയും നമ്മൾ അനുഭവിക്കുന്നതിനും ഇതേ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ നമ്മൾ ആശ്വസിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അവരെ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുന്നതിനൊക്കെ വേണ്ടി നമ്മളെ അതിനുള്ള എളിമയുള്ളവരാക്കി ദൈവം തീർക്കും. അപ്പം നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ ജഡം ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുക, ജഡം ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തോന്നും, എനിക്ക് വേറൊരു നല്ല പെണ്ണിനെ കാണുമ്പോൾ അവളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വേറൊരാളെ കാണുമ്പോൾ അങ്ങനെ ജഡം ആഗ്രഹിക്കും, എനിക്ക് എല്ലാ ദിവസവും എനിക്ക് മട്ടൻ ബിരിയാണി തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ജഡം ആഗ്രഹവും എനിക്ക് എല്ലാവരുടെ മുമ്പിൽ എനിക്ക് കോടിക്കണക്കിന് രൂപയും വസ്തുവകകളും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനാണ് രാജാവ് എന്നുള്ള ആ ഒരു തലം തുടങ്ങിക്കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത്? അതെങ്ങും എത്തത്തില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ശൂന്യമായിരിക്കും. നമുക്കെപ്പോഴും ഭാരമാണ്. കാരണം മനുഷ്യന് ഈ ജഡത്തിൽ എത്രമാത്രം അവൻ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ അംഗീകാരമാകട്ടെ, പണമാകട്ടെ, ജഡിക സുഖങ്ങളാകട്ടെ, അതൊന്നും മനുഷ്യനെ ആത്യന്തികപരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ദൈവം നൽകുന്ന സമാശ്വാസമാണ്, അല്ലെങ്കിൽ ദൈവം നൽകുന്ന ആത്മാവിൽ നൽകുന്ന സന്തോഷമാണ് ഒരു മനുഷ്യന് ഏറ്റവും അധികം അവന് ലഭിക്കുന്ന ആ ഒരു ഡെലിവറൻസ്, ആ ഒരു ഫ്രീഡം. അത് കിട്ടിക്കഴിയുമ്പോൾ ജഡം എന്നുള്ളത് ദൈവം സൃഷ്ടിച്ചതാണ്. ജഡത്തിലുള്ള സുഖങ്ങളും ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആ ഒരു ആസ്വദിക്കാനുള്ള ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചേക്കുന്നത് തന്നെയാണ്. എന്നാൽ ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് എല്ലാ നന്മകളും നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴുള്ള ആ ഫുൾനെസ്സിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്, ആദ്യമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ സകലതും നമ്മളോട് ചേർക്കപ്പെട്ടു. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടത് ദൈവത്തിൽ നിന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കപ്പെടും. അപ്പോൾ ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഉറ്റുനോക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഇന്ന് ജഡത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം, അതിൽ നിന്ന് ഉറപ്പുള്ള ക്രിസ്തു എന്ന പാറയിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് ഉറ്റുനോക്കി വിശ്വാസത്തോടെ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ നന്മകൾ, അനുഗ്രഹങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന വിടുതലുകൾ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ജെയിംസ് ചാപ്റ്റർ, യാക്കോബുസ്ലിഹയുടെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, 17-ാം വാക്യം. Every good gift and every perfect present comes from heaven. It comes down from God, the creator of the heavenly lights.
എല്ലാ നല്ല ദാനങ്ങളും വരങ്ങളൊക്കെയും ദൈവത്തിൽ നിന്ന് കടന്നു വരുന്നു, വെളിച്ചത്തിൻ്റെ പിതാവിൽ നിന്നത്രേ. അപ്പം ദൈവം നൽകുന്ന എല്ലാം സൂപ്പറാണ്, നന്മയാണ്. ദൈവം സൂര്യനെ സൃഷ്ടിച്ചു, അതിനതിൻ്റെ മനോഹാരിതയുണ്ട്. ദൈവം രാത്രിയും പകലിനെ സൃഷ്ടിച്ചു, അതിൻ്റെ മനോഹാരിതയുണ്ട്. ദൈവം ഈ ഭൂമി ഒരുക്കിയതിനെല്ലാം ഒരു ബ്യൂട്ടിയുണ്ട്. ഇതേ ദൈവത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങൾക്കും ആ ഒരു ബ്യൂട്ടി ഉണ്ടായിരിക്കും. ചിലപ്പം നിങ്ങളൊരു സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു, വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നു, കുറേ തടസ്സങ്ങൾ വന്നിരിക്കുക. ഈ തടസ്സങ്ങളെല്ലാം മറികടന്ന് വിശ്വാസത്തിൽ അതിനെ നിങ്ങൾ പ്രാപിച്ചെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ അനുഗ്രഹിക്കപ്പെടണം, നല്ല ഭവനം ഉണ്ടായിരിക്കണം, നല്ല രീതിയിൽ നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത് എവ്രി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് എവ്രി പെർഫെക്റ്റ് ഗിഫ്റ്റ് കംസ് ഫ്രം ഹെവൻ. ദൈവത്തിൽ നിന്നാണ് എല്ലാ ദാനങ്ങളും വരുന്നത്. അത് വിശ്വാസത്തിൽ, അതായത് ഇപ്പം ചിലപ്പം നമ്മൾ ഈ വീട് വെക്കുന്ന കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തടസ്സങ്ങളും ഡിലേയ്സും പ്രതിസന്ധിയും ആണെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ന് ആ വചനത്തിൻ്റെ ശക്തിയെ സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ തടസ്സങ്ങളെ ദൈവം എടുത്തു മാറ്റുകയാണ്. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം അനേക തടസ്സങ്ങളെ കർത്താവ് എടുത്തു മാറ്റുന്നു. കൊളോസ്സസ് 2-ാം അധ്യായം 14-15 തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, അവിടുന്ന് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി. യേശു ക്രൂശിൽ ബലിയായി തീരുന്ന നിമിഷം എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ ക്രൂശിൽ നിരായുധമാക്കിയതാണ്. എല്ലാ ആധിപത്യങ്ങളെയും അവൻ നിരായുധമാക്കി. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. നമ്മളിത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ്. ഈ ഹോളി ക്രോസിൻ്റെ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ, അതായത് ഹോളി കമ്മ്യൂണിയൻ, പരിശുദ്ധ കുർബാന, ഇതിൻ്റെ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് ടൈം റലത്തിന് പുറത്തേക്ക് പോയൊരു സംഭവമാണ്. ശരിയാണ്, നമ്മുടെ ഭൂമിയിലെ ടൈം ആക്സിസിൽ 2026 വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ യേശുക്രിസ്തു മരിക്കുന്ന ആ സമയത്തിലേക്ക്, ആ സമയം എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ആക്സസ് ചെയ്യുന്ന ആ റലം എന്നുള്ളത് ഇപ്പോൾ ഒരു സെക്കൻഡ് 10 സെക്കൻഡ് മുൻപ്, അതായത് ഞാനിത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 സെക്കൻഡ് മുൻപ് നടന്നതുപോലെ, അതായത് ലിറ്ററലി നമുക്ക് ആ ഒരു കുരിശിൻ ചോട്ടിലേക്ക് തന്നെയാണ് നമ്മൾ കയറുന്നത്. 2 കാര്യങ്ങളാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒന്ന്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ പരിഹാര ബലിയിൽ വിശ്വസിച്ചുകൊണ്ട് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന സമയം ലിറ്ററലി നമ്മൾ ആ കുരിശിൻ ചോട്ടിലാണ്. 2026 നടക്കുന്നത്. അത് നടക്കുന്നത് യേശു മരിക്കുന്ന നിമിഷത്തെ അനുഗ്രഹത്തിൻ്റെ ആ ഒരു തീച്ചുള, ആ ഒരു തീയാണ്, ആ ഒരു ഫേവർ റെയിനിൻ്റെ കീഴിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ക്രിസ്തുവിൽ ഒരു വ്യക്തി നിദ്ര പ്രാപിക്കുമ്പോൾ, നമ്മൾ നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ഇപ്പം 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പൊക്കെ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരുണ്ട്. അവർ വേറൊരു ടൈം റലത്തിലേക്ക്, അല്ലെങ്കിൽ വേറൊരു ടൈം, കർത്താവായിരിക്കുന്ന ലോകത്തെന്ന് പറഞ്ഞാൽ അവിടെ ടൈമില്ല. നമ്മളായിരിക്കുന്ന ലോകത്താണ് ടൈമുള്ളത്. XYZ 3 ഡൈമെൻഷൻ വേൾഡിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവമായിരിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡൈമെൻഷനും കൂടെ ഉണ്ട്. അതായത് XYZ ഒരു A ഡൈമെൻഷൻ എന്നൊക്കെ പറയുന്ന ഒരു 4ാമത് മറ്റൊരു ഡൈമെൻഷൻ. അവിടെ സമയമെന്നുള്ളത് നമ്മൾ മുമ്പോട്ട് പോകുന്നു, പുറകോട്ട് പോകുന്നു എന്നുള്ള രീതിയിലല്ല. അവിടെ കർത്താവ് സമയത്തിന് അതീതനാണ്. ഹി നോസ് ദ ബിഗിനിങ് ഫ്രം ദി എൻഡ് ഫ്രം ദ ബിഗിനിങ്. തുടക്കത്തെ അവസാനത്തെ തുടക്കത്തിൽ നിന്നും അറിയാവുന്ന ഒരാളാണ്. നമ്മളൊരു വീടിൻ്റെ ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് കയറുന്ന പോലെയാണ്. അപ്പം 70കളിലാകട്ടെ, 80കളിലാകട്ടെ, 90കളിലാകട്ടെ, 2026 2018 നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ, അവർക്ക് പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു വിശ്വസിക്കുന്നവനൊരു പുതിയ ശരീരമാണ് ദൈവം കൊടുക്കുന്നത്. ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ, ക്രിസ്തുവിലായിരിക്കുമ്പോൾ, അവർ ക്രിസ്തുവായിരിക്കുന്ന ആ ടൈം റലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഈ മനുഷ്യൻ ചിന്തിക്കും, കർത്താവിന് ഇപ്പോൾ 2026 വയസ്സ്, 70കളിൽ 80കളിൽ മരിച്ചവർക്ക് ഇന്ന പ്രായം, അങ്ങനെയൊന്നുമല്ല. നമ്മൾ കർത്താവിൻ്റെ ടൈം റലത്തിൽ കയറുമ്പോൾ എല്ലാവർക്കും അവരുടെ ആ ഒരു എന്താ പറയുന്നത്, അവരുടെ യൂത്ത്ഫുൾ ടൈമിലാണ് ആ റലത്തിൽ അവരായിരിക്കുന്നത്. യൂത്ത്ഫുൾ ടൈമിൽ. അപ്പോൾ ദൈവത്തിന്
ദൈവത്തിന് മുൻപിൽ, അതാ യേശു പറഞ്ഞു, ദൈവത്തിന് മുൻപിൽ ആരും മരിച്ചവരില്ല, എല്ലാവരും ജീവിക്കുന്നവരാണ്, ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്. ഇന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഏത് കാലഘട്ടത്തിൽ, ഇന്ന് 2026 നമ്മൾ യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ 2026 ക്രിസ്തുവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ, ക്രിസ്തുവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ, ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും നിറയപ്പെടട്ടെ. എഫേസോസ് ലേഖനം എഴുതിയപ്പോൾ എഫേസോസ് സഭകളിൽ അന്നിറങ്ങിയ അഭിഷേകം ഈ 2026 നമ്മുടെ നടുവിൽ ഇറങ്ങും. കാരണം അത് 2000 വർഷം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും നമ്മളെല്ലാവരും ആത്മാവിൽ കണക്റ്റഡാണ്. ഈ പറഞ്ഞ സകല ആൾക്കാരുമായിട്ട് പരിശുദ്ധാത്മാവിൽ നമ്മൾ കണക്റ്റഡാണ്. അതാണ് ക്രിസ്തുവിൻ്റെ സഭ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ആ സഭയിൽ നമ്മളെല്ലാവരും കണക്റ്റഡാണ്. യേശുവേ ആരാധന, ഹല്ലേലൂയ. എല്ലാവരും കണക്റ്റഡാണ്. അവരെല്ലാവരും ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ. അവർ ആ ടൈം റലത്തിൽ അവരവിടെ വിഷമിക്കുമല്ല, അവർക്ക് നമ്മുടെ അടുത്ത സംഭവം കാണുന്നുണ്ട്. അത് ക്രിസ്തുവിന്, അതായത് കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്ന സമയത്ത് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന കാര്യം എന്താ? വാനമേഘങ്ങളിൽ യേശു വിശ്വസിക്കുന്നുണ്ട് യേശു വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമെന്നുള്ള കാര്യം. ഇത് പഠിപ്പിക്കണം സഭ. ഇത് വിശ്വാസ പ്രമാണത്തിൽ നമ്മളിത് പറയുന്ന കാര്യമാണ്. പക്ഷേ ഇത് എന്നൊക്കെ സഭ ഇതിനെ ശക്തമായി പഠിപ്പിച്ചോ ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടു. കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ വാനമേഘങ്ങളിലുള്ള പ്രത്യക്ഷീകരണം, യേശുക്രിസ്തുവിലുള്ള കർത്താവിലുള്ള ആ ഒരു വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോഴാണ്. ഇന്നതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രത്യാശ എന്നുള്ളത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ചവൻ, അവൻ നമുക്ക് വേണ്ടി കടന്നു വരുന്നു, അവൻ നമ്മളെ രക്ഷിക്കുന്നു. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ മുഴുവൻ യുദ്ധങ്ങളും, എന്താ പറയുന്നത്, 10-80 വയസ്സായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവരുടെ ജഡത്തിലുള്ള രാജ്യത്തിന് വേണ്ടി അടുത്ത 100 വർഷം ആ രാജ്യം ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നതിന് വേണ്ടി അവർ ഒരു വശത്ത് കുറേ ആൾക്കാർ ശ്രമിക്കുന്നു, മറ്റൊരു വശത്ത് വേറെ കാര്യങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ നടുവിൽ ലോകത്തിലുള്ള മനുഷ്യൻ ഞെരുങ്ങും. ഈ ഞെരുക്കത്തിന് നടുവിൽ നമ്മുടെ പ്രത്യാശയെ നമ്മൾ മുറുകെ പിടിക്കണം. നമ്മൾ നോക്കേണ്ടത് നമുക്ക് വേണ്ടി ക്രൂശിൽ ബലിയായി തീർന്ന, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുക്രിസ്തുവിലേക്കാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഒരു മനുഷ്യൻ്റെ പാപത്താൽ ഈ ഭൂമിയിൽ മരണമാധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ ഒരു മനുഷ്യൻ വഴിയായി, യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായി ജീവനിൽ വാഴും, എത്രയോ അധികമായി ജീവനിൽ വാഴും. ദൈവിക ജീവനിൽ വാഴുവാനാണ് അവിടുന്ന് നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയായി, ഹോളി കമ്മ്യൂണിയനായി തീർന്നത്. ആ ദൈവിക ജീവൻ്റെ അഭിഷേകം എവിടെയാണ് വരുന്നത്? നമ്മുടെ സ്പിരിറ്റ് മാനിൽ, നമ്മുടെ ആത്മാവിലുള്ള ആ മനുഷ്യനിൽ ദൈവിക ജീവൻ്റെ അഭിഷേകം നിറയപ്പെടുകയാണ്. ഇത് കിട്ടാതെ നമുക്ക് ഈ ഭൂമിയിലുള്ള മിഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. ഈ സംഭവം നമുക്ക് വേണം, ദൈവിക ജീവൻ്റെ അഭിഷേകം. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ജഡത്തിലും ജനിക്കുന്നല്ല ജഡമാണ്, ആത്മാവിലും ജനിക്കുന്ന ആത്മാവ്. ജഡത്തിൽ നിന്ന് ജനിച്ച മനുഷ്യന് അവൻ ജഡികമായി ചിന്തിക്കുന്നു, ജഡികമായി ജീവിക്കുന്നു. അവന് പോലും അറിയാൻ പറ്റില്ല അവൻ എന്തുകൊണ്ടാണ് 1970 ജനിച്ചത്, 60 ജനിച്ചത്, 80 ജനിച്ചത്. മനുഷ്യൻ അതൊന്നും ചിന്തിക്കുന്നില്ല. മനുഷ്യൻ ഈ ഭൂമി കണ്ണു തുറന്നു, അവൻ കണ്ടതും കേട്ടതും രുചിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങളനുസരിച്ച് അവൻ പോകുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ അറിയാം പലരും മരിക്കുന്നു, അതുപോലെ അവനും മരിക്കും. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത്, അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് പോവുകയാണെങ്കിൽ മനുഷ്യൻ തിന്നുകയും കുടിക്കുകയും ഏത് വിധേനയും പൈസ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ഈ ലോകത്തിൻ്റെ രീതിയിൽ ജീവിച്ചു പോകാം. എന്നാൽ അതല്ല നമ്മുടെ അടിസ്ഥാനം. ആത്മാവിൽ നിന്ന് ജനിച്ചവനറിയാം ആത്മാവിലുള്ളൊരു അടിസ്ഥാനമുണ്ട്, ആത്മാവിലുള്ളൊരു ലോകമുണ്ട്. ഹല്ലേലൂയ. ആത്മാവിലുള്ളൊരു നിത്യമായ ജീവിതമുണ്ട്. ഇന്ന് നിത്യജീവൻ്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടട്ടെ. ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിച്ച്, ഇതുവരെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവേ അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ. അവിടുന്ന് ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി കടന്നു വന്നുവെന്നും എനിക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ എന്നെ അവിടെ നീതീകരിച്ചതിനായി ഞാൻ നന്ദി പറയും. കർത്താവിൻ്റെ ഒരു മെസ്സേജ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നത്, പത്രോസ്ലീഹ ജോപ്പായിൽ പോയ സമയത്ത് അവിടെ തുകൽപ്പണിക്കാരനായ ശിമയോൻ്റെ വീട്ടിലാണ് താമസിച്ചത്. കുറേ നാൾ അവിടെ താമസിച്ചു. ജോപ്പ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ മനോഹരമായൊരു സ്ഥലമാണ്. ദൈവം നമ്മളെ ചില സമയത്ത് ലൈഫിൽ റീഡയറക്റ്റ് ചെയ്യും ചില കാര്യത്തിലേക്ക്. എന്തിനാണെന്നറിയാമോ?
എന്തിനാണ് ദൈവം റീഡയറക്റ്റ്? ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ഗൾഫിൽ നിന്ന വ്യക്തി യുദ്ധമൊക്കെ കാരണം നാട്ടിൽ വന്ന് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ദൈവം ചില കാര്യങ്ങൾ റീഡയറക്റ്റ് ചെയ്യുന്നത് എപ്പോഴും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ആത്യന്തികമായ പദ്ധതി നിമിത്തമാണ്. അത് നിങ്ങളുടെ നന്മയ്ക്ക് കാരണമായിപ്പോയി. നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ഇത് അയ്യോ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ, എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ ദൈവത്തിന് അറിയാം വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു ആൻഡ് വാട്ട് ഈസ് ഗ്രേറ്റ് ആൻഡ് ഗുഡ് ഫോർ യു. ഹി ഹു ഹാവ് ക്രിയേറ്റഡ് ഓൾ ദ ഗുഡ്നെസ് ആൻഡ് ദ പ്ലഷേഴ്സ്, അതെല്ലാം നിനക്ക് നന്മയായി അനുഭവിക്കുന്നതിന് വേണ്ടി ദൈവം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എല്ലാം നല്ല ദാനങ്ങളെ നൽകുന്നവനാണ്, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നവനാണ്. യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയോ അധികമായി ദൈവം നല്ല ദാനങ്ങളെ നമുക്ക് നൽകും. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിചാരപ്പെടരുത്, അയ്യോ എനിക്കത് കിട്ടുമോ, എനിക്കിത് റെഡിയാവുമോ, എനിക്കിത് ശരിയാവുമോ, നാളത്തെ രാവിലെ ഞാനിത് എങ്ങനെ നടക്കും. നാളത്തെ രാവിലെ നിന്നെ ആ വിഷയത്തിൽ വിജയിക്കുവാൻ ദൈവം കൃപ ഒരുക്കിയിട്ടുണ്ട്, നാളത്തേക്ക് വേണ്ട കൃപ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഇന്നേ ദിവസം നിനക്ക് വേണ്ട ഒരു കൃപ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ആ കൃപയെ നമ്മൾ സ്വീകരിക്കണം. ഓരോ ദിവസത്തിനും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കൃപയുണ്ട്, ആ കൃപയെ സ്വീകരിക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ദൈവം ഒരുക്കിയൊരു കൃപയുണ്ട്. ഈ കൃപ സ്വീകരിക്കാതെ നമ്മൾ നാളത്തെക്കുറിച്ച് ഭാരപ്പെടുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? നമുക്ക് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കാനോ നമ്മുടെ മക്കളെ കരുതാനോ നമ്മുടെ പേരൻസിനോട് സംസാരിക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. അതിൻ്റെ കാരണം വി ആർ വറീഡ് അബൌട്ട് ടുമോറോസ്. ഇന്ന് ദൈവം പറയുകയാണ്, ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ തന്ന കൃപയെ സ്വീകരിച്ച് ഇന്നത്തെ ദിവസം എൻ്റെ കൃപയുടെ കീഴിലേക്ക് നീ നിന്നെ തന്നെ കൊണ്ടുവരിക. നമ്മളിന്ന് നമ്മളെ തന്നെ കർത്താവിൻ്റെ കൃപയ്ക്ക് കീഴിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളിലൂടെ നമ്മുടെ ഭവനത്തെ ദൈവം തൻ്റെ കൃപയിലൂടെ ടേക്ക് ഓവർ ചെയ്യും. കർത്താവ് ഒന്നും ഫോഴ്സ്ഫുള്ളി ടേക്ക് ഓവർ ചെയ്യത്തില്ല. യേശു കർത്താവിൻ്റെ പ്രത്യേകത എന്താ? ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ? കർത്താവ് ഒന്ന് ഇടിച്ചുകൊണ്ട്, അതായത് ഫോഴ്സ്ഫുള്ളി ടേക്ക് ഓവർ ഒന്നുമില്ല. വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ കൃപയുടെ അഭിഷേകം പച്ചവെള്ളത്തെ വീഞ്ഞാക്കും. സ്ത്രീ എൻ്റെ സമയമായിട്ടില്ല, മാതാവ് പറയുക അവൻ പറയുന്ന പോലെ ചെയ്യും. ദൈവവചനമാണ്, ആ വചനം ഇവിടെ നിൽക്കുക. അമ്മ മാതാവിൻ്റെ വിശ്വാസം അവൻ പറയുന്ന പോലെ പോയി ചെയ്യും. അവിടെ കർത്താവ് അപ്പം തന്നെ കൽഭരണി വെള്ളം നിറയ്ക്കുന്ന കാര്യമാണ് പറയുന്നത്. കണ്ടോ, നമ്മൾ ദൈവവചനത്തിൽ വിശ്വസിച്ച് കർത്താവിലുള്ള ഉറപ്പിൽ നമ്മളൊരു ആക്ഷൻ ചെയ്യാൻ പറയുന്ന സമയത്തുണ്ടല്ലോ, അവിടെ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ കൂടെ വ്യാപരിക്കും. അതാണ് കർത്താവിലുള്ള ഉറപ്പിൽ നമ്മൾ സംസാരിക്കുമ്പോൾ. അപ്പം മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, വീട്ടിൽ കിടന്ന് ബഹളം വെക്കുക. ഇതെന്നോ എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വീടുകളിൽ അങ്ങനെ ആരോ ഒരാൾ വിഷമിച്ചിരിപ്പുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, മക്കൾ നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ മേശയ്ക്ക് ചുറ്റും മുന്തിരിവള്ളികൾ പോലെ നിങ്ങൾ പറയുന്ന കേട്ട് നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരിക്കും. ആ വചനം വെച്ച് നിങ്ങളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ വിടുതൽ നടക്കും. ഹല്ലേലൂയ. കർത്താവ് ഭവനം പണിയുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകും. എൻ്റെ കർത്താവ് ഭവനം പണിയുക, അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ്. എത്ര നെഗറ്റീവ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നിന്ന് ഇന്ന് ദൈവവചനത്തെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അവിടെ അത്ഭുതം നടന്നിരിക്കും. സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവാണ്. നമ്മുടെ അതിരുകളെ വിസ്താരമാക്കുന്നത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നമ്മുടെ അതിരുകളെ അവിടെ നിന്ന് വിസ്തരിക്കും, ഇൻക്രീസ് ചെയ്യും, എൻലാർജ് ചെയ്യും. ഇത് അഭിഷേകത്തോട് വ്യാപരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. റീജിയണൽ സ്പിരിറ്റ്, റിലീജിയസ് സ്പിരിറ്റ്, മറ്റു തരത്തിലുള്ള സ്പിരിറ്റുകൾ അതിനെ ബൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെയെല്ലാം യേശുവിൻ്റെ അഭിഷേകം എടുത്ത് മാറ്റുകയാണ്. യേശുവിൻ്റെ ക്രൂശിലെ പൂർത്തീകരിച്ച പ്രവൃത്തി എന്നുള്ളത് ഇറ്റ്സ് എ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഓൾ ദ ലോ ആൻഡ് പ്രോഫറ്റ്സ്. മോശയുടെ നിയമത്തിൻ്റെ ഫുൾഫിൽമെൻറ്റാണ്. മോശയുടെ സകല പ്രവചനങ്ങൾ, അതായത് പഴയ നിയമ പ്രവചനങ്ങളുടെ മുഴുവനും ഇതെല്ലാം പറയുന്നത് ഈ ഒരു ഫുൾഫിൽമെൻറ്റിലേക്കാണ്. യേശുവിൻ്റെ ശുശ്രൂഷ മുഴുവനും കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ക്രൂശിൽ സംഭവിക്കാൻ പോകുന്ന മഹാരഹസ്യത്തെ അനാവൃതമാക്കുന്നതിനാണ്, മനസ്സിലാക്കി കൊടുക്കുവാണ്. ക്രൂശിലെ പരിഹാര ബലിക്ക് ശേഷം പരിശുദ്ധാത്മാവാഗതനായി അപ്പോസ്തലന്മാരോട് വ്യക്തമാക്കി കൊടുത്തു, ഇതാണ് ക്രിസ്തു നിങ്ങളെ പഠിപ്പിച്ചത്. അവൻ ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു.
ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായി ഒരു പുതിയ ഡൈമെൻഷനിലേക്ക് അവനെ ക്രിസ്തു കൊണ്ടുപോവുകയാണ്. ഏത് വ്യക്തിക്കും ആ ഒരു പുതിയ സൃഷ്ടിയാകാം. ഇന്ന് ഏത് ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് പുതിയ സൃഷ്ടിയാകാം. ആൾക്കാർ പറയും ഇന്ത്യയിലാണെങ്കിൽ ജാതി വ്യവസ്ഥകളുണ്ട്, യൂറോപ്പിൽ അങ്ങനെയൊന്നുമല്ല. യൂറോപ്പിലുമുണ്ട് ജാതി വ്യവസ്ഥ എന്നല്ല. യൂറോപ്പിലെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വർഷങ്ങളാണ് യൂറോപ്പിൽ ജീവിക്കുന്ന വ്യക്തി. അവിടെ ഇംഗ്ലീഷുകാരായിട്ടുള്ള വെള്ളക്കാരും ഇപ്പം ഐറിഷുകാരായിട്ടുള്ള വെള്ളക്കാരുണ്ട്. കാണുമ്പോൾ കാഴ്ചയിൽ ഇവരെല്ലാം വെള്ളക്കാരാണ്. പക്ഷേ ഇപ്പോൾ അയർലൻഡിലൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഐറിഷുകാരായ വെള്ളക്കാർക്ക് അവർക്ക് വോട്ടവകാശമില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പണ്ടൊക്കെ ദളിതരോട് പെരുമാറിയ പോലെയാണ് ഇംഗ്ലീഷുകാരായ വെള്ളക്കാർ ഐറിഷുകാരായിട്ടുള്ളവരോട് പെരുമാറിയത്. ഉച്ചനീചത്വങ്ങളുണ്ടായിരുന്നു. അവർ നടന്നു പോകുമ്പോൾ കല്ല് പറക്കി എറിയുമായിരുന്നു, ഫിസിക്കലി അറ്റാക്ക് ചെയ്യുമായിരുന്നു. അപ്പം അതൊരു കാത്തലിക് പ്രൊട്ടസ്റ്റൻ്റ് വ്യത്യാസം എന്ന പോലെ തന്നെ ഇംഗ്ലീഷുകാരും ഐറിഷുകാരും എന്നുള്ള വ്യത്യാസം. അത് ഒറ്റ നോട്ടം നമുക്ക് കണ്ട ഇംഗ്ലീഷിനെ ഐറിഷുകാരെയും ഇന്ത്യക്കാർക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല. അത് അപ്പം വെള്ളക്കാർക്ക് തമിഴന്മാരെയും മലയാളികളും കണ്ടാൽ മനസ്സിലാകാത്തവർ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസിനും സൗത്ത് ഇന്ത്യൻസിനെയും കണ്ടാൽ മനസ്സിലാകാത്ത പോലെ തന്നെയാണിത്. എന്നാൽ എല്ലാ രാജ്യങ്ങളിലും വിഭാഗീയതകളും വ്യത്യസ്തതകളും ഇതുപോലത്തെയുള്ള ഇന്ന് നമ്മുടെ നാട്ടുകളിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, പല തരത്തിലുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരാത്മാവിൽ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഇടുക്കങ്ങളെ പൊട്ടിക്കാൻ തുടങ്ങുമ്പോൾ ഈ വിഭാഗീയതയിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ ആത്മാവ് പുറത്തു വരികയാണ്. ഇത് വ്യക്തിപരമായ ഒരു അനുഭവമാണ്. ഒരു സൊസൈറ്റിയെ മുഴുവൻ അത് മാറ്റിയെടുക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആ വ്യക്തിയെ ആ ഒരു കെട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ആ വ്യക്തിക്ക് ആത്മാവിൽ നിറഞ്ഞ് എല്ലാ മനുഷ്യനും, അവൻ്റെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമല്ല, അവനെ കാണുമ്പോൾ ദൈവം സൃഷ്ടിച്ചവൻ അവൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കണ്ട് അവനെ ദൈവം എങ്ങനെ സ്നേഹിക്കുന്നത് അതുപോലെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നു. അങ്ങനെ ആ സ്നേഹമാണ് ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നത്. അതുകൊണ്ട് പൗലോസിനെ പഠിപ്പിക്കുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അത് മൂന്നും ശ്രേഷ്ഠമാണ്. എന്നാൽ നിലനിൽക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് സ്നേഹമത്ര. ഇന്ന് വിശ്വാസത്തിൻ്റെ പേരിൽ ലോകം മുഴുവൻ വിഭജിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജാതിയുടെ പേരിൽ വിഭജിക്കുന്നു, കളറിൻ്റെ പേരിൽ വിഭജിക്കുന്നു. ഇപ്പം യൂറോപ്പിലൊക്കെ ആണെങ്കിൽ പോളിഷുകാർ ഞങ്ങൾ പോളിഷുകാരാന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നു. ഉക്രൈനിലാണെങ്കിൽ അവിടെ അങ്ങനെ വേറെ രീതിയിൽ. അയർലൻഡിലാണെങ്കിൽ ഞങ്ങൾ ഇംഗ്ലണ്ടുകാരെക്കാളും മെച്ചപ്പെട്ടവരാണ് ഒരു സ്ഥലത്ത് പറയുന്നു, ഇംഗ്ലണ്ടുകാർ വേറെ രീതിയിൽ പറയുന്നു. ലോകം മുഴുവനും ഇത്തരത്തിലുള്ള വിഭാഗീയതകളും ധ്രുവീകരണങ്ങളും സാത്താൻ കൊണ്ടുവന്നിരിക്കുമ്പോൾ എവിടെയാണ് ഈ വിഭാഗീയതകൾ മുഴുവൻ അവസാനിക്കുന്നത്? എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ പറയുകയാണ്, ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ അത് അവസാനിക്കത്തുള്ളൂ. അതിനുവേണ്ടി ദൈവം ഇനി ഭൂമിയിൽ ഒന്നും ചെയ്യത്തില്ല. അത് അവസാനിക്കുന്നത് ഒരൊറ്റ സ്ഥലത്താണ്, അറ്റ് ദ ക്രോസ്, യേശുവിൻ്റെ ക്രൂശിൽ. യേശുവിൻ്റെ ക്രൂശിൽ ആണ് എല്ലാ വിഭാഗീയതകളും അവസാനിക്കുന്നത്. ക്രിസ്തീയ സമുദായങ്ങൾ തമ്മിലടിയും ബഹളവും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ സമുദായം, അല്ലെങ്കിൽ സമുദായത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, വ്യക്തികൾ, ജനം, ദൈവജനം, ഈ തലമുറ യേശുവിൻ്റെ ക്രൂശിലെ രഹസ്യത്തെ മനസ്സിലാക്കുവാൻ അവർക്ക് എന്തുകൊണ്ടോ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയിൽ ആ റെവലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവനിലൂടെ ആ ഫാമിലി വിശുദ്ധീകരിക്കപ്പെടുന്നു, അവൻ്റെ ഇടവക വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ ഈ രഹസ്യം നമ്മുടെ ദേശത്തെ വിശുദ്ധീകരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ക്രൂശിലെ പരിഹാര ബലിയുടെ വലിയ രഹസ്യം, സ്നേഹത്തിൻ്റെ രഹസ്യം, സ്നേഹത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ മർമ്മം ഇന്ന് നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. നമ്മുടെ ദേശങ്ങളിൽ അത് വെളിപ്പെടുവാനിടയായി തീരട്ടെ. നമുക്കൊരിക്കലും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മർമ്മം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. കാരണം അത് വേറൊരു സ്പിരിറ്റാണ്. കണ്ടംനേഷനിലൂടെ കുറ്റം പറഞ്ഞ് ഒരു സഭ മറ്റേ സഭയെക്കാളും ബെറ്ററാണ്, മോശമാണ്, ആ കമ്മ്യൂണിറ്റിയാണ് നല്ലത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടംനേഷൻ സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് അല്ല ദൈവത്തിൽ നിന്നുള്ള സ്പിരിറ്റ് ഒരു കമ്മ്യൂണിറ്റിയും കണ്ടം ചെയ്യത്തില്ല. ദൈവം ഒരു കമ്മ്യൂണിറ്റി, ഇപ്പം ചില കാത്തലിക്സ് പറയും പെന്തക്കോസുകാർ റോങ് ആണ്, പെന്തക്കോസുകാർ പറയും കാത്തലിക്സ് റോങ് ആണ്.
ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ ഒരു കുഞ്ഞ് ഒരു ചെറിയ പ്രായത്തിൽ അത് നടക്കാൻ ശ്രമിക്കുമ്പം അത് വീഴുന്ന സമയത്ത് ഈ ഭൂമിയിൽ ഏതെങ്കിലും അപ്പനും അമ്മയും വന്ന് ചൂരൽവടി എടുത്ത കുഞ്ഞിനെ തല്ലു ഇല്ല. അതിനെ നടത്താൻ പ്രോത്സാഹിപ്പിക്കും, അതിൻ്റെ നടത്തം പഠിപ്പിക്കാൻ അതിങ്ങനെ പ്രോത്സാഹിപ്പിക്കും. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ 1000 കുറവുകളുണ്ടെങ്കിൽ ഒരു നന്മയുണ്ടെങ്കിൽ ഹീ ജസ്റ്റ് അപ്രീഷിയേറ്റ് ഇറ്റ്. ഹീ അപ്രീഷിയേറ്റ്സ്. അതാണ് പരിശുദ്ധാത്മാവ്. ഏത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ കാത്തലിക് കമ്മ്യൂണിറ്റി ചെയ്യുന്ന ഒരുപാട് ചാരിറ്റി, ഒരുപാട് നന്മകളുണ്ട്. ഹോളി സ്പിരിറ്റ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി നിർഭയം യേശുവിന് സാക്ഷ്യം കൊടുക്കുന്നു. നോർത്ത് ഇന്ത്യയിലും ലോകം മുഴുവൻ ഹോളി സ്പിരിറ്റ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഏത് കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, യാക്കോബൈറ്റ് കമ്മ്യൂണിറ്റി, ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി, മാർത്തോമ കമ്മ്യൂണിറ്റി, എഡ്യൂക്കേഷൻ രീതികളിൽ, സർവീസായിട്ട്, സുവിശേഷ പ്രഘോഷണ വേളയിൽ ഇതെല്ലാം പരിശുദ്ധാത്മാവ് അപ്രീഷിയേറ്റ് ചെയ്യുക. ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തി റിയലായിട്ട് നിറയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിസ്തുവിൽ വളർത്തുമ്പോൾ ഈ ഒരു അപ്രിസിയേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമ്മളെ ശക്തിപ്പെടുത്തും. മാത്രമല്ല ഒരു രീതിയിലെങ്കിലും ഏതെങ്കിലും രീതിയിൽ ദൈവവചനം ആരെങ്കിലും അനുസരിക്കുന്നുണ്ടെങ്കിൽ അവരെ ദൈവം അപ്രിഷിയേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടെ നമ്മൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ശുശ്രൂഷകൾ നടത്തുന്നുണ്ടെങ്കിൽ, ഹോളി കമ്മ്യൂണിയൻ മാസ് നടത്തുന്നുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റ് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക. അവിടെ ഒരുപാട് കുറവുകൾ കാണും. മനുഷ്യരെപ്പോഴും കുറവുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഞങ്ങളാണ് പെർഫെക്റ്റ്, ഇവരാണ് ഇംപെർഫെക്റ്റ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, നമ്മുടെ ഇംപെർഫെക്ഷനോടുകൂടിയാണ് ദൈവം നമ്മളെ ക്രൂശിൽ സ്നേഹിച്ചത്. അവിടെ കർത്താവിന് ഇപ്പുറത്ത് കിടന്ന കള്ളനോട് പറഞ്ഞു ഇന്ന് നീ എൻ്റെ കൂടെ പരദീസ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് അവസാന മിനിറ്റിലാണ്. അവിടെ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തു പോയ സകല തെറ്റുകുറ്റങ്ങളോടും കൂടെ അവനെ അക്സെപ്റ്റ് ചെയ്ത് അവനെ ക്ഷമിക്കുവാണ് ദൈവം. അപ്പം ഇന്ന് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ഇംപെർഫെക്ഷനോടുകൂടി നമ്മളെ സ്നേഹിക്കുന്നവൻ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. ആ അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണ്. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ വലിയ അക്സെപ്റ്റൻസിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ. എന്നീ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷേർലി ജോസഫ്, എലിസബത്ത്, സുധി വൈവി, ജോളി ജേക്കബ്, സൗമ്യ മേരി ജോർജ്, ഷേർലി ജേക്കബ്, എൽ ഡി ജോൺ, ജോളി ജേക്കബ്, ഷെറി തോമസ്, സ്മിത സാജു, മെറിൻ സക്കറിയ, സുധാ സുരേഷ്, ജോസി കിഷോർ, ജോഫിൻ ജോർജ് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ന്യൂസിലാൻഡ് എന്നുള്ളൊരു പേര്, ന്യൂസിലാൻഡിൽ നിന്ന് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ട്? നിങ്ങളെ കർത്താവ് സ്പെഷ്യലായിട്ട് എന്തോ കുറേ ആൾക്ക് ന്യൂസിലാൻഡിന് എൻ്റെ ആത്മാവിൽ ഇങ്ങനെ ഇഷ്യൂ എഴുതി കാണിക്കുന്നു. ന്യൂസിലാൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ന്യൂസിലാൻഡിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ എനിക്കറിയാൻ മേല. ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞ ആ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ രാജ്യത്തിൽ ദൈവത്തിൻ്റെ സമാധാനം, ആ രാജ്യത്തിൽ നിന്ന് ആരെങ്കിലും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭാരതത്തോടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആ രാജ്യത്ത് ദൈവാത്മാവിൻ്റെ വലിയ മഹത്വവും ശക്തിയും വെളിപ്പെടട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ഹോളി സ്പിരിറ്റ് ഫയർ അനോയിന്റിംഗ്, താങ്ക് യു ജീസസ്. വലിയ ഹോളി സ്പിരിറ്റ് റിവൈവൽസ് ഒക്കെ നടന്ന കമ്മ്യൂണിറ്റിയുള്ള രാജ്യങ്ങളാണ് ന്യൂസിലാൻഡ്. പരിശുദ്ധാത്മാവിലുള്ള റിവൈവൽസ്. അമേരിക്കയിൽ നിന്നൊക്കെ ഒരുപാട് വചനപ്രഘോഷകർ വന്ന് വലിയ ശുശ്രൂഷകൾ നടന്ന, അതിപ്പം മാത്രം 100 വർഷങ്ങൾക്കൊക്കെ മുന്നേ പല വീഡിയോസും ലിറ്ററേച്ചറുകളൊക്കെ വായിച്ചിട്ടുണ്ട് ന്യൂസിലാൻഡിൽ നടന്ന വലിയ ദൈവിക ഉണർവിനെക്കുറിച്ച്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് 2026 സംഭവിക്കട്ടെ. ന്യൂസിലാൻഡിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ എല്ലാ ദൈവമക്കളെ സമർപ്പിക്കുന്നു. ലില്ലി ബാലു, ജോർജ് സ്ഥലം വാങ്ങാനുള്ള നടത്തിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ജോർജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്തതിനെ നന്ദി പറയാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും വെളിപ്പെടട്ടെ. നിങ്ങളുടെ സ്ഥലം മേടിക്കുന്ന ആ സ്ഥലത്ത് നിങ്ങൾ യേശുനാമത്തിൽ പ്രാർത്ഥന. അത്ഭുതമേശുവിൻ നാമം, യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പറയും. എന്നാ പറയട്ടെ? യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പിശാച് ഏതെങ്കിലും വിധത്തിൽ തടയാൻ നോക്കുന്നുണ്ടെങ്കിൽ ആ തടയുന്നതിന് യേശുവിൻ്റെ നാമത്തിൽ വെട്ടിമാറ്റുന്നു. പിശാച് തടയാൻ എവിടെയെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടി നന്മ ദൈവം ഒരുക്കി തരും.
കർത്താവ് ചില കാര്യത്തിനകത്തുണ്ട്. പിശാച് തടയുന്നതിന് ഇരട്ടി നന്മകളാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. കർത്താവ് ആർക്കും കടക്കാരനല്ല. ബീനാജിയെ സമർപ്പിക്കുന്നു. അരവിന്ദ് രാജീവ് സൗദിക്ക് പോകുവാൻ വേണ്ടിയുള്ള ഓൺലൈൻ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ എന്നിലൂടെ സംസാരിക്കണം. ഈ മണിക്കൂറിൽ ഈ സമയത്ത് ഞാൻ പറയേണ്ടത് എന്തെന്ന് എന്നിലൂടെ സംസാരിക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, ആത്മാവിനെ യേശു അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ എക്സാമിലേക്ക് പ്രവേശിച്ചു. കർത്താവ് കൂടെയിരിക്കും. പ്രാർത്ഥിക്കുന്നു കേട്ടോ, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അമ്മുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാലു സുരേന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഡയാന ജോൺസൺ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോസി കിഷോർ ബ്ലസ് അവർ ഫാമിലി യേശുവിന്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവെ ആരാധന. പ്രീത രതീഷ് എൻ്റെ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രവിൻസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ ആരാധന. ജിനി ബിജുവിനെ സമർപ്പിക്കുന്നു. ഈശോ ജിനി ബിജുവിനെ സ്പർശിക്കുന്നു. അല്ലെങ്കിൽ തൊടുന്നതായിട്ട് കർത്താവ് ഇങ്ങനെ കാണിക്കും. തൊട്ടും ഹി ഈസ് ടച്ചിങ് യു റൈറ്റ് നൗ. എൻ്റെ മകന് യൂറോപ്പിന് പോകുവാനുള്ള തടസ്സം മാറി വിസ കിട്ടുവാൻ റീന ചാക്കോ എംപ്രായിൽ പ്രാർത്ഥിക്കുകയാണ്. യൂറോപ്പിന് പോകുവാനുള്ള തടസ്സം മാറാൻ. അപ്പം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എൻ്റെ യേശുവെ, യൂറോപ്പിനേക്കാളും വലിയവൻ അങ്ങാണല്ലോ. അങ്ങയുടെ ക്രൂശിനെ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ എൻ്റെ മകന് വേണ്ട സകല വിടുതലുകളും അവിടുന്ന് ഒരുക്കിയതിനെ നന്ദി പറയും. അങ്ങ് ഒരുക്കപ്പെട്ട നന്മകൾ മുഴുവനും എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക് അത് വെളിപ്പെടട്ടെ. ആമേൻ. അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനാണ്. നിങ്ങളുടെ വീട്ടിലെ ശൂന്യതകളുടെ സമയങ്ങളിൽ കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് നിരവധി തവണ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതെല്ലാം പൊലിപ്പിക്കും. കർത്താവിന് ഏത് സ്ഥലം, അതായത് ഏത് സ്ഥലത്ത് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നോ അവിടെ ദൈവം ഒരു സ്വർഗമാക്കി തരും. കർത്താവ് സ്വർഗമാക്കും. നമുക്ക് ഒരു രാജ്യം അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സുകളുണ്ട്. ഇന്ന് യേശുവെ അങ്ങാണ് എൻ്റെ സോഴ്സ് എന്നങ്ങനെ വാ തുറന്ന് പറഞ്ഞ് അങ്ങാണ് എൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യം കാണും. ചിലപ്പോൾ അതിലും ബെറ്ററായിട്ടുള്ള യൂറോപ്യൻ യൂണിയനിലെ ഒരു കൺട്രി ദൈവത്തിന് എത്തിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്നതിലേക്ക്, അതാ Ephesians 3:20 നമ്മൾ കാണുന്നത്. നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ അവിടത്തേക്ക് സഭയിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. റോസ്മരിയ, ജീസസ് ഇസ് ടച്ചിങ് യു. ആണിപ്പഴുതുള്ള കരങ്ങളുമായിട്ട് റോസ്മരിയനെ ജീസസ് ടച്ച് ചെയ്യും. ജീസസ് എന്ന് പറഞ്ഞു, ജീസസ് ഐ ലവ് യു. യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. നമ്മുടെ നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവനാണ് യേശു. നമ്മുടെ വേദനകൾക്കുള്ളിലേക്ക് അവൻ ഇറങ്ങി വരും. നമ്മുടെ വേദനകൾക്കുള്ളിലേക്ക് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, യേശുവിൻ്റെ സാന്നിധ്യം, ദ റിയൽ പ്രസൻസ് ഓഫ് ജീസസ്, അത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിറ്ററലി ഫ്രീ ആവും. യേശുവിൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യം വന്നാൽ കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യം ഈ ഭൂമിയിലുള്ള എല്ലാ സംഭവങ്ങളും മനുഷ്യനെ പേടിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സൂപ്പർ നാച്ചുറലായിട്ടുള്ള കർത്താവ് നൽകുന്ന ഒരു പ്രസൻസ്, ആ പ്രസൻസ് നൽകുന്ന ഒരു ഫ്രീഡമുണ്ട്. ഇന്ന് ആ ഫ്രീഡം നമ്മളിൽ നിറയപ്പെടട്ടെ. യേശു നമ്മുടെ നടുവിലുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലൂടെ വ്യാപരിക്കും. നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ കർത്താവെ തമ്പുരാനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര പുരാതനമായൊരു ദൈവം, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വിശ്വാസം, അതൊക്കെ സത്യമാണ്. പക്ഷേ ആയിരക്കണക്കിന് വർഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നവനായി, ഇന്നും ജീവിക്കുന്നവനായി നമ്മുടെ നടുവിലുള്ള ആരാ? യേശുവാണ്. ആ കർത്താവിന് എന്നും പുതുമയുള്ളതാണ്. എല്ലാ ദിവസവും ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവനോടെ ഇരിക്കുന്ന ദൈവത്തിന് ഇന്നും അവൻ ആ യൗവനത്തിൽ തന്നെയാണ് ആയിരിക്കുന്നത്. പലപ്പോഴും കർത്താവിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന നമ്മൾ ഭയങ്കര പ്രായം ചെന്നോ, ഇന്നും യൗവനത്തിൽ നിലനിൽക്കുന്ന, ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നവനായ യേശുവിന് നിന്നോട് ഇഷ്ടമാണ്, സ്നേഹമാണ്.
പ്രിയമാണ്. ആ ദൈവം ഇന്ന് നിനക്കൊരു സന്ദേശം നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. എങ്ങനെയാണ് ദൈവം ശക്തിപ്പെടുത്തുന്നത്? ദൈവം തൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തെ അയച്ച് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. ആത്മാവിൻ്റെ ശക്തിയെ നമുക്ക് അയച്ചാണ് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് നിറയപ്പെട്ട് നമ്മളെ ശക്തിപ്പെടുകയാണ്. യെസ്, ശക്തി നമ്മൾ നിറയപ്പെടുന്നു. ലിനി തോമസ്, പ്രത്യേകമായി ലിനി തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഫാദർ ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമം ലിനി തോമസ് വലിയ അഭിഷേകം നിറയപ്പെടുന്നതിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിശാച് ദുഷ്ടനിടുന്ന എല്ലാ പദ്ധതികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഒരാർമിയായിട്ട് ഇന്ന് കർത്താവ് ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കൾക്കും ഞങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും, എനിക്കെതിരെ, ഈ കൂട്ടായ്മകൾക്കെതിരെ, ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കൾക്കെതിരെ പിശാചിട്ടിരിക്കുന്ന ഓരോ തന്ത്രങ്ങളും ഒളിയമ്പുകളും എതിർപ്പുകളും അവൻ്റെ പദ്ധതികളും യേശുവിന് അധികാരമുള്ള നാമം ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം അത് തകർന്നടിയട്ടെ. നിശ്ചയമായി അത് ബാക്ക് ഫയർ ആകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ളത് അത് എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ അത് യേശുവിൻ്റെ നാമത്തിൽ മടങ്ങിപ്പോകാൻ കൽപ്പിക്കുന്നു. ഇങ്ങനെ തന്നെ പറഞ്ഞു, അസ്വസ്ഥതകൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് വഞ്ചനകളും അസ്വസ്ഥതകളും എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അപഹരിക്കുവാൻ, നന്മകളെ അപഹരിക്കാൻ ദുഷ്ടൻ ചില വ്യക്തികളെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ആയുധപ്പുര കത്തുന്ന ദിവസമാണ്. ഇന്ന് ആയുധപ്പുര, ദുഷ്ടൻ്റെ ആയുധപ്പുരയെ ദൈവം ബാക്ക് ഫയർ ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ എഴുതിയിടുക, ബാക്ക് ഫയർ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചില ആത്മമണ്ഡലങ്ങളെ നിനക്കെതിരെ ഒരുക്കി എതിർത്തുവിട്ട ചില അമ്പുകളെ പരിപൂർണമായി ദൈവം നശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നിമിഷം വെളിപ്പെടും. യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. എന്തുകൊണ്ടാണ് ഫലപ്രദമാകാത്തെ? ഇന്നും ജീവിക്കുന്നവനായ ദൈവത്തിൽ നിങ്ങൾ മറയപ്പെട്ടിരിക്കുന്നു. ആ ആയുധം വന്ന് ആ ആയുധത്തെ നേരിടുന്നത് ദൈവമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഈ ആയുധങ്ങളെ മുഴുവൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി തകർത്ത് കളയുകയാണ്, ഇല്ലായ്മ ചെയ്യുകയാണ്, നിർവീര്യമാക്കുകയാണ്, ബ്രേക്ക് ത്രൂ കൊണ്ടുവരികയാണ്, ഫ്രീഡം കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയപിതാവിനെ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്നതിനെ നന്ദി പറയുന്നു. എല്ലാ ദൈവമക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഓരോ മക്കളെ പൊതിയണമേ. പുത്രരാമേശ്വരി അങ്ങയുടെ കൃപ കൊണ്ട് പൊതിഞ്ഞു പിടിക്കണമേ. പരിശുദ്ധാത്മാവെ അങ്ങയുടെ സംബന്ധവും സഹവാസവും കൊണ്ട് ഓരോ മക്കളും നിറയ്ക്കണമേ. വലിയ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന ചിലരെ കർത്താവ് കാണിക്കും. നിങ്ങളുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഇട്ടുകൊള്ളുകയാണ് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ ഭാരങ്ങളെ ഇട്ടുകൊള്ളുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ജീവനോടെ ഇരിക്കുന്നവൻ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഇന്നും ജീവനോടെ ഇരിക്കുന്നവൻ. ഞാൻ റൂമിൽ കണ്ടില്ല, ഈ ക്രൂശിത രൂപം, ഈ ഹോളി ക്രോസിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന അവിടെ കർത്താവ് നമുക്ക് വേണ്ടി ബലിയായി തരുന്നില്ല, മരിക്കുന്നു. ആ ഹോളി ക്രോസ് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് ഉണ്ട്. എന്താ ഹോളി ക്രോസ് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ്? ഏറ്റവും വലിയ മെസ്സേജ് എന്താ? റോമാലേഖനം 5-ാം അധ്യായം, നാം പാപികളായിരിക്കെ ക്രിസ്തു നിർണയിക്കപ്പെട്ട സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് പ്രകടമാക്കിയിരിക്കുന്നു. ഗോഡ് ഡെമോൺസ്ട്രേറ്റഡ്, ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ച സ്ഥലമാണ് കാൽവരി മലമുകളിലെ പരിഹാരബലി. അവിടെ നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ചു, ദിസ് മച്ച് ഐ ലവ് ഹിം. ഞാനിപ്പോൾ ഈ ഹോളി ക്രോസിലേക്ക് നോക്കുമ്പോൾ എനിക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഗോഡ് ലവ്സ് മീ. കാരണം എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ദൈവം എനിക്ക് വേണ്ടി ഏറ്റെടുത്തു അവിടെ. എന്നിട്ട് എന്നെ ലിബറേറ്റ് ചെയ്യുക, ഫ്രീ ആക്കുക. എന്തിനാണ് ഫ്രീ ആക്കുന്നത്? എന്തിനാണ് ദൈവമക്കളെ ഫ്രീ ആക്കുന്നത്? ഏദൻ തോട്ടത്തിൽ എപ്രകാരം ആ ഫ്രീഡത്തിൽ ജീവിച്ചു, അതുപോലെ അഭേദ്യമായ ബന്ധത്തിൽ എൻ്റെ മക്കൾ എവിടെയെന്ന് ചോദിച്ച് ആദത്തിന് ഹവ്വയുടെ അരികിലേക്ക് വന്നപ്പോൾ ആ ഒരു ഫെലോഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഫെലോഷിപ്പിൻ്റെ ഉള്ളിലേക്ക് ഇന്ന് ഹോളി കമ്മ്യൂണിയനിലൂടെ, ക്രൂശിലെ പരിഹാര ബലിയിലൂടെ,
പരിശുദ്ധമായ അവിടുത്തെ ബലിയിലൂടെ അവിടുന്ന് നമ്മളെ റിക്കൺസിൽ ചെയ്തു. കൊളോസസ് 1:20. അതാണ് ഹോളി കമ്മ്യൂണിയൻ, ഹോളി മാസ്. എന്താ അത്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. നമ്മൾ ആൾക്കാർ ഞാൻ കുർബാന കൂടാൻ പോവുക, കുർബാന കാണാൻ പോവുക, ഹോളി കമ്മ്യൂണിന് പോവുക. ചിലർ ഞാൻ 10 കുർബാന കാണാം. അവിടെ അല്ല കീ ഇരിക്കുന്നത്. നീ ആ സമയത്ത് എവിടേക്കാണ് എത്തപ്പെടുന്നതെന്ന് അറിയാമോ? നിൻ്റെ ആത്മാവ് ചെന്ന് നിൽക്കുന്നത് കാൽവരി മല മുകളിലാണ്. അവിടെ ഒറ്റ ബലിയെ സംഭവിക്കുന്നുള്ളൂ. ഇത് ഒരേ സമയത്ത് ലോകത്ത് 10,000 കുർബാന ഹോളി കമ്മ്യൂണിയൻ നടക്കുന്നുണ്ടെങ്കിലും ഏത് ഡിനോമിനേഷൻ ആകട്ടെ, വെദർ യു ആർ കാത്തലിക് ഓർ പ്രൊട്ടസ്റ്റന്റ് ഓർ ഓർത്തഡോക്സ് ഓർ ജാക്കബൈറ്റ്, യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ പരിഹാര ബലിയെ ഒരു വ്യക്തി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് ലിറ്ററലി അയോഗ്യരായ നമ്മൾ നിൽക്കുന്നത് പരിപൂർണനായ ദൈവത്തിൻ്റെ പരിഹാര ബലിയുടെ ആ കുരിശിൻ ചുവട്ടിലാണ്. ആ സമയത്ത് ലിവിങ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള ശരീരം, അവൻ്റെ തിരുരക്തമാണ് നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് ഗോഡ് ഹാസ് ഓപ്പൺഡ് എ ന്യൂ ലിവിങ് വേ, ജീവനുള്ളൊരു പുതിയ വഴി ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കും. നാളെ രാവിലെ നിങ്ങൾ കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ ആ കമ്മ്യൂണിയൻ എന്നുള്ളത് ഒരു മതത്തിൻ്റെ ഒരു ആചാരമല്ല, യേശുവിൻ്റെ യേശുവിൻ്റെ ക്രോസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് അവിടുത്തെ ശരീരം ഒരിക്കലായി എന്നേക്കുമായി സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരൊറ്റ ബലിയാണ് നടന്നത്, ഏകബലി സമർപ്പണമാണ്. വീണ്ടും വീണ്ടും ബലിയല്ല, ഒരൊറ്റ ബലി. ആ ബലിയിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവുകയാണ് ഓരോ തവണയും. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ആ സമയം നമ്മൾ പലപ്പോഴും അഭിഷേകം നിറയുന്ന ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന സമയത്ത് ഇറ്റ് ട്രാൻസെൻഡ്സ് ടൈംസ് ആൻഡ് സ്പേസ്. നമ്മൾ ആത്മാവിൽ യേശുവിനെ കുരിശിൻ ചുവട്ട് നിൽക്കുക സമയം അവിടെ നിന്ന് സ്വീകരിക്കും. അതാണ് സ്പിരിച്വലി സംഭവിക്കുന്ന മിസ്റ്ററി. ആ സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ സംഭവിക്കും, ഒരുപാട് മിറക്കിളുകൾ സംഭവിക്കും, ഒരുപാട് ഡെലിവറൻസുകൾ സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഇത്രയും നേരം ഒരുമിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം നൽകിയ ഒരു സാവകാശത്തിനായി അവസരത്തിനായി നന്ദി പറയുന്നു. എല്ലാ ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന ദിവസം നല്ലൊരു ഉറക്കം നൽകി എല്ലാവരും ബ്ലെസ് ചെയ്യണമേ. ഇന്ന് കേട്ട ഈ ഒരു മെസ്സേജ് അത് ജസ്റ്റ് ഒരു ചെവി കൂടെ കേട്ട് വേറെ ചെവി കൂടെ പോകാനല്ല, അത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന രീതി ആഴത്തിലേക്ക് ഇത് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണം. സൗഭാജി നായരെ സമർപ്പിക്കുന്നു. മാലു സുരേന്ദ്രൻ, ജോസ് ഐലിക്കുന്ന്, റീന ചാക്കോ, റജി പാച്ചൂർ, എല്ലാവരെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. റജി പാച്ചൂറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാമൻ വർഗീസ് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ടിൻസി ജിജോനെ സമർപ്പിക്കുന്നു. ത്രേസ്യ മസീവി, ടിൻസി, മിനി, അനിൽ, അമ്മണി വർഗീസ്, സോമി, വിർജീനിയ, ആൻ്റണി, എല്ലാവരെയും സമർപ്പിക്കും. ജോബി തുണ്ടിയിൽ, ആറന്മുള, മാമൻ വർഗീസ്, എല്ലാവരെയും യേശുവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരെയും പിന്നീട് കേൾക്കുവാൻ പോകുന്നവരെയും സകലരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് അവിടുത്തെ അഭിഷേകത്തിൻ്റെ ശക്തിയെ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് പൊതിഞ്ഞു പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരസ്പരം ഞങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഒരു 10 മിനിറ്റ് ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് കർത്താവിനോട് വ്യക്തിപരമായി നിങ്ങളൊന്ന് സംസാരിക്കണം. ദൈവം അത് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഒരു വാക്ക് കേൾക്കാൻ, അത് ഇങ്ങനെ ബുക്കെ തുറന്ന് വെച്ച് വലിയ പ്രാർത്ഥന ഇടണമെന്നല്ല, സിംപിളി ഒരു ഫ്രണ്ടിനോടെന്ന പോലെ ദൈവത്തോട് സംസാരിക്കുക, ഈശോയോട് സംസാരിക്കുക. ഹി ലവ്സ് ദാറ്റ്. അതിനുവേണ്ടി കർത്താവ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. പ്രാർത്ഥിക്കുന്നതോടെ എന്നെ ഓർക്കണം, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ സെൻഡ് മീ എ മെസ്സേജ് ഓർ യു ക്യാൻ പോസ്റ്റ് കമൻറ്റ് ബോക്സിലിട്ടാലും മതി. ഈശോയുടെ സന്നിധിയിൽ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു.